ഇന്ന് സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം നടന്ന ദിവസമാണ്. വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്ന ദിവസമാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, മുടി വെട്ടിയത് ശരിയാകാത്തതിന് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ ക്ലാസ്സിന് പുറത്താക്കി എന്നതാണ്. അടൂർ ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം. മനുഷ്യാവകാശ കമ്മീഷനും CWCക്കും കുട്ടിയുടെ പിതാവ് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. രാവിലെ ഞാനിവിടെ വന്നപ്പം സാറുമാർ രണ്ടുപേര് എൻ്റെ മുടി ശരിയായിട്ട് വെട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കയറ്റിയില്ല ക്ലാസ്സിൽ. അപ്പോൾ അവർ അവിടുത്തെ സാറുമാരെ എന്നെ പിടിച്ച് അവിടെ നിർത്തി. ഫാദറിനെ കണ്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പായെ വിളിച്ചു ഫോണിൽ, എൻ്റെ അടുക്കൽ നിന്ന് നമ്പർ വാങ്ങിച്ച്. അപ്പം നമ്പർ വാങ്ങിച്ച് ഞാൻ കൊടുത്ത അപ്പായെ വിളിച്ച് ഇപ്പം അപ്പ വന്നില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പ പെട്ടെന്ന് വന്ന് അവരോട് ഓരോന്ന് പറഞ്ഞ് എന്നെ കയറ്റാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇച്ചിരി കഴിഞ്ഞ് അവരെന്നെ അവിടെ കുറേ നേരം നിർത്തിയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒത്തിരി ഒരു 12 മണിയൊക്കെ ആയപ്പം അവർ അകത്ത് കയറി ഫാദറിനെ കണ്ടിട്ട് തിരിച്ചു വിട്ടു. എൻ്റെ കൂടെ കുറേ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ക്ലാസ്സിലേക്ക് കയറ്റിയില്ല. ക്ലാസ് കയറ്റി, അത് തീരാറായ ഒരു സമയം കുറേ നേരം പുറത്തു നിർത്തി. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, മുടി വെട്ടിയത് ശരിയായില്ല എന്നാണ്? മുടി വെട്ടിയത് കറക്റ്റായിട്ടല്ല, ഈ സൈഡ് ഇച്ചിരി കൂടിപ്പോയെന്ന്. ഏകദേശം എത്ര നേരം പുറത്ത് നിൽക്കേണ്ടി വന്നു? 3 മണിക്കൂർ, 3.5 അത്രയും നേരം. ഈ ക്ലാസ് കഴിയാൻ നേരത്താണ് ഉള്ളിലൊന്ന് കയറ്റി അപ്പോഴാണ് കയറ്റിയത്. AV ജയശങ്കറുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം? ജയശങ്കർ, അതായത് ഇന്ന് പ്രവേശനോത്സവമായിരുന്നു, സ്കൂളുകൾ വീണ്ടും തുറക്കുന്ന ദിനമായിരുന്നു. ഇന്നാണ് ഒരു 9ാം ക്ലാസ്സുകാരന് തൻ്റെ മുടി വെട്ടിയത് ശരിയായില്ലെന്ന ആരോപണത്തിൽ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പത്തനംതിട്ട അടൂർ ഹോളി ഏഞ്ചൽസ് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടിയുടെ പിതാവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കുട്ടിയെ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ചത്. അങ്ങനെ ഇന്ന് രാവിലെ സ്കൂളിലാക്കുന്നു. ആ ഘട്ടത്തിലാണ് അധ്യാപകർ പറയുന്നത് ഇത്തരത്തിൽ മുടി വെട്ടിയത് ശരിയായില്ല എന്ന്. അങ്ങനെയാണ് ഈ കുട്ടിയെ ഏറെ നേരം ക്ലാസ്സിന് പുറത്ത് നിർത്തുന്നത്. 3 മണിക്കൂറോളം ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. അവസാന നിമിഷം ക്ലാസ് കഴിയാൻ നേരം ക്ലാസ്സിൽ കയറ്റിയെന്നും ഈ വിദ്യാർത്ഥി എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇത്തരത്തിൽ മുടി ഉൾപ്പെടെ വെട്ടേണ്ട കാര്യമൊക്കെ. അതിനെതിരെയാണ് ഇപ്പോൾ എന്തായാലും ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞ് നടപടി ഉണ്ടായിരിക്കുന്നത്. സ്കൂളിലെ പ്രിൻസിപ്പാളുമായി, പ്രധാന അധ്യാപകനുമായി നമ്മൾ സംസാരിച്ചു. അവർ പറഞ്ഞത് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്, അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് ഈ മുടിവെട്ടൽ എന്നത്. അത് സ്കൂൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വെട്ടണം. അതുമൂലമാണ് ഈ കുട്ടിയെ പുറത്ത് നിർത്തി. ഒരു കുട്ടിയെ മാത്രമല്ല, തങ്ങൾ 13ഓളം കുട്ടികളെ നിർത്തിയെന്ന് ഓഫ് ദ റെക്കോർഡായി പറഞ്ഞു. നമ്മൾ നേരിട്ട് സംസാരിച്ചൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രധാന അധ്യാപകൻ പറയുന്നത്. ഇതൊരു ഭരണഘടനയും നിയമമൊക്കെ ഉള്ള രാജ്യമാണ്. അവിടെ കോടതികൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് മുടിയൊക്കെ വെട്ടുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പലപ്പോഴും പോലീസ് നടപടിയൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ കോടതികളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ പരാമർശം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഒരു സ്വകാര്യ സ്കൂൾ ഇത്തരത്തിൽ മുടി വെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധ്യയന ദിനം തുടങ്ങുന്ന അന്ന് തന്നെ ഒരു 9ാം ക്ലാസ്സുകാരനെ മണിക്കൂറുകളോളം ക്ലാസ്സിന് പുറത്ത് നിർത്തിയിരിക്കുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതാവ് CWCക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിഷയത്തിൽ പോലീസ് പരാതി നൽകുമെന്നാണ് പിതാവ് എന്തായാലും 24-നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ മാനുഷികപരമായി മനുഷ്യത്വമില്ലാത്ത ഒരു പ്രവൃത്തി തന്നെയാണിത്. എന്തായാലും ഈ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഓഫ് ദ റെക്കോർഡ് അവരോട് സംസാരിക്കുമ്പോൾ അവരെങ്ങനെ തങ്ങളുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായി കുട്ടിയെ പുറത്ത് നിർത്തി, കുട്ടിയെ മാത്രമല്ല മറ്റ് ചില കുട്ടികളെയും പുറത്ത് നിർത്തി എന്ന് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ അനൗദ്യോഗികമായി നിലവിൽ പ്രതികരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക പ്രതികരണം വരാനുണ്ട്. എന്തായാലും മുടിവെട്ടാത്തതിൻ്റെ പേരിൽ അധ്യയന ദിനത്തിൽ ആദ്യ ദിനം തന്നെ ഒരു കുട്ടിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നിരിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഉൾപ്പെടെയുള്ളൊരു കടന്നുകയറ്റം എന്ന് തന്നെ വേണം ഈ ഒരു കാര്യത്തെ പറയാൻ. കാരണം ചെറിയ കുട്ടികളാണ്, അവർക്ക് നല്ല രീതിയിൽ മുടിവെട്ടി സ്റ്റൈലായൊക്കെ നടക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിന് മേലാണ് ഈ ഡിസിപ്ലിൻ എന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സ്വകാര്യ സ്കൂൾ മാനേജ്മെൻറ്റുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. ആ കുട്ടിക്ക് ആദ്യ ദിനം ക്ലാസ്സിലിരിക്കാൻ പറ്റിയില്ല. വലിയ മാനസിക വിഷമമുണ്ടായെന്നാണ് 9ാം ക്ലാസ്സുകാരൻ എന്തായാലും. ജയശങ്കർ ഒന്ന് തുടരും. ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവിൻ്റെ പ്രതികരണം കൂടിയുണ്ട്. അതിനുശേഷം ജയശങ്കറിലേക്ക് എത്താം. ആ പ്രതികരണത്തിലേക്ക് സംസാരിച്ചു. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നാളെ റെഡിയാക്കിക്കൊണ്ട് വരണമെന്ന് പറയണം. കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കരുതെന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. ഞാൻ ഉച്ചയ്ക്ക് കുഞ്ഞിനെ വിളിക്കാൻ വന്നപ്പോഴാണ് കുഞ്ഞ് പറയുന്നത് ഇന്ന് മൊത്തം എന്നെ വെളിയിൽ നിർത്തിയേക്കുമായിരുന്നു. ഇന്നിവിടെ പ്രവേശനോത്സവത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ വെളിയിൽ നിർത്തിയവരെ മാത്രം വെളിയിൽ നിർത്തിയിരുന്നു, ബാക്കിയുള്ളവരെ കൊണ്ടുവന്ന് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട്
മാറ്റി നിർത്തിയല്ലേ മാറ്റി നിർത്തി. മുടി വെട്ടാത്തതിൻ്റെ മുടി അത് എൻ്റെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് ഇന്നലെ അവനെ കൊണ്ടുവന്ന് മുടി വെട്ടിച്ചത്. അത് സ്കൂളിൽ വിടാനാണ്. ആ സ്കൂളിൽ വിടേണ്ട രീതിയിൽ മുടി വെട്ടണമെന്ന് ആ വെട്ടിയ ആളോട് പറഞ്ഞു. അതനുസരിച്ച് വെട്ടി. അത് അവൻ്റെ ഇഷ്ടത്തിന് വെട്ടിയതല്ല. അപ്പോൾ അവനൊരു തെറ്റും ചെയ്യാതെ ഈ സ്കൂളിൽ നിന്നുള്ള പീഡനം അനുഭവിക്കേണ്ട വരുവാന്ന് പറയുന്നത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടായി. എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയറിന് പരാതി കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൽ ഇപ്പോൾ പരാതി കൊടുക്കും. ജയശങ്കർ തുടരുന്നുണ്ട്. ജയശങ്കർ, ഈ കുട്ടിയെ 3 മണിക്കൂറോളം പുറത്ത് നിർത്തിയതിന് ശേഷം ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വെട്ടിയ മുടി ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ മാനേജ്മെന്റിന്റെ ന്യായവാദമുണ്ടല്ലോ, അത് ശരിയാകുന്ന കൂടിയില്ലല്ലോ ജയശങ്കർ. മുടി അതേപടി തുടരുകയല്ലേ? അതേപോലെയുണ്ട്. പക്ഷേ കുട്ടിയുടെ മുടി വെട്ടിയത് ശരിയായില്ല. ഇത് തങ്ങളുടെ ഡിസിപ്ലിൻ യോജിക്കുന്ന രീതിയിലല്ല ഈ കുട്ടി മുടി വെട്ടിയതെന്നാണ് മാനേജ്മെൻറ്റ് എന്തായാലും പറയുന്നത്. അങ്ങനെ ആ മുടി ശരിയായി വെട്ടാത്തതിൻ്റെ പേരിലാണ് ഈ കുട്ടിയെ മണിക്കൂറുകളോളം ക്ലാസ്സിന് പുറത്ത് നിർത്തിയത്. കുട്ടി തന്നെ പറയുന്നുണ്ട് അവസാന കുറച്ച് നേരം മാത്രമാണ് ക്ലാസ്സിൽ കയറ്റിയത്. തനിക്ക് വലിയ മാനസിക വിഷമം ഉണ്ടായെന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. കാരണം ഈ രാജ്യത്ത് ഇത്തരത്തിൽ മുടിവെട്ടലൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഈ സേനകൾ മാത്രമാണ് ഇത്തരത്തിൽ കർശനമായുള്ളൊരു നിയന്ത്രണവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. കോടതി വിധികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഡിസിപ്ലിൻ്റെ വാളുപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കുട്ടിയെ മണിക്കൂറോളം ക്ലാസ്സിന് പുറത്തു നിർത്തി മാനസിക വിഷമം ഉണ്ടാക്കിയിരിക്കുന്നു. 9ാം ക്ലാസ്സുകാരനാണ് ഉന്മേഷ്. ഈ കുട്ടി അത് എത്ര വിഷമം ആ ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കുട്ടിയുടെ പിതാവ് ഇങ്ങനെ വിളിച്ചത് പ്രകാരം ഇങ്ങോട്ട് വരികയും കാര്യങ്ങൾ അവസാനിപ്പിച്ച് പോവുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം പോലും ഇത്തരത്തിൽ കുട്ടിയെ കയറ്റാനുള്ളൊരു മാനസികാവസ്ഥ കാണിച്ചില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഈ പ്രിൻസിപ്പാളുമായി ഇത് പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം ലാഘവത്തോടെ സ്കൂളിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, ആ ഡിസിപ്ലിൻ അനുസരിച്ച് നമ്മൾ കുട്ടികളെ മാറ്റി നിർത്തി. ഈ കുട്ടിയെ മാത്രമല്ല, ഞങ്ങൾ 13 കുട്ടികളെ മാറ്റി നിർത്തി. പക്ഷേ ഈ കുട്ടിയുടെ പിതാവിന് മാത്രം പ്രശ്നമെന്ന തരത്തിലൊക്കെയാണ് ക്യാമറയുടെ മുന്നിലല്ലാതെ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വലിയ ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയമാണ്. കാരണം മുടി വെട്ടാത്തതിൻ്റെ പേരിലൊക്കെ ഒരാളെ മാറ്റി നിർത്തുക ഈ പുരോഗമന സമൂഹത്തിന് ചേർന്നാണോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ കുട്ടിയുടെ മുടി കണ്ടു. ആ മുടിക്ക് പ്രത്യേകിച്ച് അപാകതകളൊന്നും തോന്നിയില്ല. കാരണം നമ്മളൊക്കെ പലപ്പോഴും അത്തരത്തിൽ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് മുടി വെട്ടുന്നതാണ്. നമ്മൾ വലിയ സമൂഹത്തിലെ പല ആളുകളോട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗവർണർമാരുൾപ്പെടെ ഒക്കെ ഇടപഴകുന്നതാണ്. ആരോടൊന്നും ഇതുവരെ അത്തരത്തിൽ മുടി വെട്ടിയത് ശരിയായില്ല എന്ന് ഒരു ഭരണഘടനാ പദവിയിലുള്ള ആളുകളോ ആരോടും പറയുന്നത് കണ്ടിട്ടില്ല. പല സർക്കാർ സ്കൂളുകളിലും കുട്ടികൾക്കൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം മുടിവെട്ടാനുള്ള ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയും ഈ ഡിസിപ്ലിൻ്റെ വാളില്ല. പക്ഷേ സ്വകാര്യ മാനേജ്മെൻറ്റ് ഈ അടിയുള്ള ഈ ഹോളി ഏഞ്ചൽ സ്കൂള് എന്തായാലും കുട്ടികളെ ഇത്തരത്തിൽ മാറ്റി നിർത്തി. അതിലൊരു കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ പരാതിയുമായി വന്നിരിക്കുന്ന. ആ കുട്ടിയുടെ രക്ഷിതാവ് ഇതിനെതിരെ നിയമ നടപടികളും ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, AV ജയശങ്കറാണ് ഇപ്പോൾ അടൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.